പൂർണ്ണമായും പാപ്പരായി കഴിഞ്ഞു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇനി നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിക്കുക. ഞെട്ടേണ്ട, ഇത് പറയുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവോ കേന്ദ്രമന്ത്രിയോ അല്ല, സാക്ഷാൽ കേരള മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ചേർന്ന പുറത്തിറക്കിയ ഒഫീഷ്യൽ ധവളപത്രത്തിലെ നടുക്കുന്ന സത്യമാണ്. ഗവൺമെന്റിന്റെ ബിസിനസ് നടത്തലല്ല പണിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ നിലവിളിച്ചവർ ഇന്ന് ഇതേ കാര്യം സ്വന്തം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളം ഒരു വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്കാണോ പോകുന്നത്? നമുക്ക് പരിശോധിക്കാം. വലിയൊരു സാമ്പത്തിക വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക തകർച്ചയുടെ വക്കിലാണ് ഇന്ന് കേരളം. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അടുത്തിടെ പുറത്തു വന്ന കേരളത്തിന്റെ ധവളപത്രം സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയുടെ മുഖംമൂടി അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. വികസനത്തിന്റെ കേരള മോഡൽ എന്ന നമ്മൾ അഹങ്കരിച്ച പല കാര്യങ്ങളുടെയും പിന്നാമ്പുറം എത്രത്തോളം പൊള്ളയായിരുന്നു എന്ന ഈ കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ ഇന്ന് കേരളം ഭരിക്കുമ്പോൾ അവർക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ലാതായി. നമുക്ക് ആ ഞെട്ടിക്കുന്ന കണക്കുകളിലേക്ക് ആദ്യം കടക്കാം. കേരളത്തിന്റെ ആകെ കടം എത്രയാണെന്ന് അറിയോ? 5.25 ലക്ഷം കോടി രൂപ. ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ളൊരു തുകയാണിത്. കടം വാങ്ങുന്നത് തെറ്റല്ല, പക്ഷേ ആ പണം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിലാണ് കാര്യം. ഏതൊരു വികസിത സമ്പദ് വ്യവസ്ഥയിലും കടമെടുക്കുന്ന പണം മൂലധന ചെലവിനായി, അതായത് റോഡുകൾ, പാലങ്ങൾ, വ്യവസായങ്ങൾ തുടങ്ങിയ പുതിയ വരുമാനം ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ കേരളത്തിൽ എന്താ സംഭവിച്ചത്? നമ്മൾ എടുത്ത കടത്തിന്റെ സിംഹഭാഗവും, അതായത് ഏകദേശം 77% പോകുന്നത് എന്തിനാ എന്നറിയുമല്ലോ? ശമ്പളവും പെൻഷനും കൊടുക്കാൻ. ചുരുക്കം പറഞ്ഞ ദൈനംദിന ചിലവുകൾ നടത്താൻ വേണ്ടി മാത്രം നമ്മൾ ലക്ഷക്കണക്കിന് കോടികളാണ് കടമെടുക്കുന്നത്. ഇതിന്റെ ഫലമായി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന മൂലധന ചെലവിന്റെ നിരക്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴെയാണ് നമ്മുടെ സംസ്ഥാനം കേരളം. നമ്മൾ ആഞ്ഞ കടമെടുത്ത് കൂട്ടിയാൽ പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള വികസനത്തിനല്ല, മറിച്ച് നിലവിലുള്ള സിസ്റ്റം മുന്നോട്ട് പോകാൻ മാത്രമായിരുന്നു എന്ന കൈപ്പേറിയ സത്യമാണ് ധവളപത്രം തുറന്നു കാട്ടുന്നത്. ഇനി ഇതിലും വലിയൊരു ബോംബ് ധവളപത്രത്തിലുണ്ട്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ നഷ്ടം മാത്രം 78.851 കോടി രൂപ. KSRTC മുതൽ വാട്ടർ അതോറിറ്റി വരെയുള്ള സ്ഥാപനങ്ങൾ ജനങ്ങളുടെ നികുതിപ്പണം വിഴുങ്ങുന്ന വെള്ളാനകളായി മാറി. ഇവിടെയാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യവും ഒളിഞ്ഞിരിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ധനകാര്യമന്ത്രിയായ VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം എന്താണെന്ന് അറിയാമോ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടിമുടി മാറ്റണം, കടുത്ത നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങൾ വിറ്റഴിക്കണം. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. ഇതേ കാര്യം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും വർഷങ്ങളായി പറയുന്നതാണ്. കേന്ദ്രത്തിൽ പൊതുമേഖലാ ഓഹരികൾ വിറ്റഴിക്കുമ്പോഴും എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കുമ്പോഴും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഒക്കെ വിളിച്ചു പറഞ്ഞത് എന്തായിരുന്നു? കേന്ദ്രം രാജ്യം മുഴുവൻ അദാനിക്കും അംബാനിക്കും വിറ്റുതുലയ്ക്കുന്നു എന്ന്. ഇന്ത്യയുടെ സെയിൽസ് ഗേൾ എന്നിവരെ വിളിച്ച് നിർമ്മല സീതാരാമനെ ഇവർ സോഷ്യൽ മീഡിയയിൽ പരിഹസിച്ചു. എന്നാൽ ഇന്ന് സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അതേ കാര്യം, അത് രണ്ടുപേരും ഒന്നാണ്, അവർ ഈ കാര്യം ആവശ്യപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധിയും അണികളും VD സതീശനെതിരെ ഇതേ കാര്യം ആരോപണം ഉന്നയിക്കുമോ? അവർ സതീശനെ അദാനിയുടെ ഏജന്റ് എന്ന് വിളിക്കുമോ? ഇല്ല. ഇവിടെയാണ് അവരുടെ ഇരട്ടത്താപ്പ് പുറത്താകുന്നത്. നട്ടല്ലില്ലല്ലോ. സത്യത്തിൽ സോഷ്യലിസം എന്ന ആശയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതുകൊണ്ട് മാത്രം തകർന്നു പോയൊരു ചരിത്രമാണ് നമ്മുടേത്. സ്വാതന്ത്ര്യാനന്തരം നെഹ്റുവിൻ സോഷ്യലിസം എന്ന പേരിൽ കോൺഗ്രസ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ച സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയുടെ വികസനത്തെ ദശാബ്ദങ്ങൾ പിന്നോട്ടടിച്ചു. ലൈസൻസ് രാജ് നിർത്തിക്കൊണ്ട് സ്വകാര്യ സംരംഭകരെ ശത്രുക്കളായി കണ്ട് എല്ലാ ബിസിനസ്സും സർക്കാർ തന്നെ ചെയ്യുമെന്ന് വാശി പിടിച്ചതിന്റെ ദുരന്തം നമ്മൾ അനുഭവിച്ചതാണ്. വളരെ വൈകി 1991 രാജ്യം സാമ്പത്തികമായി പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തിയപ്പോഴാണ് നമ്മൾ ആ സോഷ്യലിസ്റ്റ് പൊട്ടുപൊളിച്ച് ലിബറൈസേഷനിലേക്ക് കടന്നത്. ചിന്തിച്ചു നോക്കൂ, സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തന്നെ നമ്മൾ ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതി ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ജീവിത നിലവാരം ജപ്പാന്റെയോ ജർമ്മനിയുടെയോ ഒപ്പമെങ്കിലും എത്തുമായിരുന്നു. ഇന്ത്യ ആകെ മാറിയിട്ടും കേരളം മാത്രം ഈ കപട സോഷ്യലിസ്റ്റേയും യൂണിയൻ കളികളെയും ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുകയാണ്. അതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന 5.25 ലക്ഷം കോടിയുടെ കടം. വ്യവസായങ്ങൾ തുടങ്ങാൻ ആരും ഇങ്ങോട്ട് വരുന്നില്ല, വരുന്നവരെ ഓടിക്കുന്നു. ഒടുവിൽ കടം കയറി മുടിയുമ്പോൾ കേന്ദ്രം പറയുന്ന അതേ വഴിയിലേക്ക് കേരളത്തിനും വരേണ്ടി വരികയാണ്. ഇത് യഥാർത്ഥത്തിൽ സോഷ്യലിസം എന്ന ആശയത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോഴും വർഷങ്ങൾക്ക് മുന്നേ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ധീരമായ തീരുമാനങ്ങൾ എടുത്ത് നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ. ഇപ്പോഴെങ്കിലും കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് നന്നായി.
വൈകിയാണെങ്കിലും ബുദ്ധി ഉദിച്ചല്ലോ. പക്ഷേ ഇവിടെ ചോദ്യം മറ്റൊന്നാണ്. ഈ പുതിയ നയങ്ങൾ കേരളത്തിലെ കനത്ത യൂണിയൻ നേതാക്കളും രാഷ്ട്രീയ അണികളും അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. നഷ്ടത്തിലുള്ള KSRTC പോലെയുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ VD സതീശൻ ഇറങ്ങി പുറപ്പെട്ട ഇന്ന് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന ഇവിടുത്തെ സംഘടനകൾ അതിനെ പിന്തുണയ്ക്കുമോ? അതോ പതിവ് പോലെ കേരളത്തെ വീണ്ടും പണിമുടക്കിലേക്ക് തള്ളിവിടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണ്ട് പറഞ്ഞൊരു പ്രശസ്തമായ വാചകമുണ്ട്, ഗവൺമെന്റ് ഹാസ് നോ ബിസിനസ് ടു ബിസിനസ്, ഗവൺമെന്റ് ഇസ് ഫോർ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ. അതായത് ബിസിനസ് നടത്തുകയല്ല സർക്കാരിന്റെ ജോലി. സർക്കാരിന്റെ ജോലി ക്രമസമാധാന പാലനവും ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കലുമാണ്. ബിസിനസ് ചെയ്യാൻ ഇവിടെ കഴിവുള്ള സ്വകാര്യ വ്യക്തികളുണ്ട്. സർക്കാർ കമ്പനികൾ നടത്തി നഷ്ടം വരുത്തിവെച്ച് അത് നികത്താൻ ജനങ്ങളുടെ മേൽ നികുതിഭാരം അടിച്ചേൽപ്പിക്കുന്ന രീതി ഇനി തുടരാൻ കഴിയില്ലെന്ന് കേരളവും സമ്മതിച്ചു. കേരളത്തിന്റെ ഈ ധവളപത്രം രാഷ്ട്രീയക്കാർക്കുള്ളൊരു വലിയ തിരിച്ചടിയാണ്. കേന്ദ്രം ചെയ്യുമ്പോൾ കോർപ്പറേറ്റ് പ്രീണനം, സ്വന്തം സംസ്ഥാനത്ത് വരുമ്പോൾ സാമ്പത്തിക പരിഷ്കാരം എന്ന ഇരട്ടത്താപ്പ് ഇനി ജനങ്ങളുടെ മുന്നിൽ വിലപ്പോവില്ല. കേരളം രക്ഷപ്പെടണമെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുത്തേ മതിയാകൂ. സ്വകാര്യവൽക്കരണത്തെയും വികസനത്തെയും രാഷ്ട്രീയ കണ്ണടയിലൂടെ നോക്കി കണ്ട ഒരു ജനതയ്ക്കുള്ള മറുപടിയാണ് ഇന്ന് കേരളത്തിന്റെ ഈ സാമ്പത്തിക പതനം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സുഹൃത്തുക്കളെ? കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നത് അതുവഴി മാത്രമേ ഇന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കോൺഗ്രസിന്റെ ഈ പുതിയ നിലപാടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. അതുപോലെ അവരുടെ നട്ടലില്ലായ്മയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.